നടൻ കമൽഹാസനെ രൂക്ഷമായി ശകാരിച്ച് കർണാടക ഹൈക്കോടതി. തമിഴ് ഭാഷയിൽ നിന്നാണ് കന്നഡ ഉത്ഭവിച്ചതെന്ന വിവാദ പരാമർശത്തിലാണ് കോടതിയുടെ വിമർശനം. ഇത്തരം കാര്യങ്ങൾ പറയാൻ കമൽഹാസൻ ഭാഷാ വിദഗ്ധനോ ചരിത്രകാരനോ ആണോ എന്ന് കോടതി ചോദിച്ചു. കർണാടക ഫിലിം ചേംബർ ഓഫ് കോമേഴ്സ് ഏർപ്പെടുത്തിയ വിലക്ക് നീക്കണമെന്നാവശ്യപ്പെട്ട് കമൽഹാസൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. കമൽഹാസന്റെ വാക്കുകൾ കർണാടകയിൽ ഉൾപ്പെടെ വലിയ പ്രതിഷേധത്തിന് വഴിയൊരുക്കിയതിന് പിന്നാലെയാണ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനവും ശകാരവും. കമൽഹാസന്റെ അഭിപ്രായം പൊതുവികാരം വ്രണപ്പെടുത്തിയെന്ന് കോടതി നിരീക്ഷിച്ചു. 1950 സി രാജഗോപാലാചാരി സമാനമായ പരാമർശം നടത്തുകയും പിന്നീട് മാപ്പ് പറയുകയും ചെയ്ത കാര്യം കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ കമൽഹാസൻ മാപ്പ് പറയുകയോ ഒരു വിശദീകരണം നടത്തുകയോ പോലും ചെയ്തിട്ടില്ല എന്ന് കോടതി പറഞ്ഞു. ജനങ്ങളുടെ വൈകാരികതയെ ചോദ്യം ചെയ്യാൻ കമൽഹാസന് അവകാശമില്ല. നമ്മുടെ രാജ്യത്ത് വെള്ളവും ഭാഷയും ഭൂമിയുമൊക്കെ ജനങ്ങളുടെ വികാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്നും കോടതി ഓർമ്മിപ്പിച്ചു. പ്രദർശനത്തിനൊരുങ്ങുന്ന തഗ് ലൈഫ് എന്ന ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ ചെന്നൈയിലെ രാജ്കമൽ ഫിലിംസ് ഇന്റർനാഷണൽ മുഖേനയാണ് കർണാടക ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് ഏർപ്പെടുത്തിയ വിലക്കിനെ ചോദ്യം ചെയ്ത് കമൽഹാസൻ കോടതിയെ സമീപിച്ചത്. ചിത്രം റിലീസ് ചെയ്യാനും പ്രദർശിപ്പിക്കാനും പോലീസ് സംരക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യം മുഴുവൻ കമൽഹാസനാണ് സൃഷ്ടിച്ചത് എന്നും എന്നിട്ട് ബിസിനസ് താൽപര്യം മുൻനിർത്തി പോലീസ് സംരക്ഷണം ആവശ്യപ്പെടുകയാണ് എന്നും ജസ്റ്റിസ് എം നാഗപ്രസന്ന വിമർശിച്ചു. കോടതി വിമർശനത്തിന് പിന്നാലെ തന്റെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് കർണാടക ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന് നൽകിയ കത്തിൽ കമൽഹാസൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് ജനം.